ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് വരികയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ വീൽ റബ്ബർ അതിലും പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയർ ഏകദേശം ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ടയർ വലിയ താമസിക്കാണ്ടൊക്കെ മാറ്റിയിട്ട് വരും. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ കവറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് സൈഡ് കവറും ഇതൊക്കെ ഒന്ന് അയച്ചിട്ട് ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എൻജിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അല്പം ലെവൽ കുറവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പഴക്കത്തിൻ്റെയാണ്. അതനുസരിച്ചിട്ട് വന്നേണത്തെ ലെവൽ കുറവാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 കിലോമീറ്ററിൽ കൂടുതലൊന്നും കറക്റ്റായിട്ട് ഓടാണ്ട് നോക്കണം കേട്ടോ. കാരണം പതുക്കെ അതിൻ്റെ ലെവലിൽ ചെറിയ വേരിയേഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. കളറൊക്കെ ഫേഡായി പോയിരുന്നു, ഗ്ലാസ്സൊക്കെ ഫേഡായി പോയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നല്ല പാഡാണ്, കുഴപ്പമൊന്നുമില്ല. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ഫ്രണ്ട് ടയറൊക്കെ നല്ല പുതിയ ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ആയാലും ബെയറിങ് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. സ്പാർക്ക് പ്ലഗും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് പോകാം. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. 2023 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതലും നടത്തി വിടുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.77 വോൾട്ട് ഉണ്ട് നമുക്ക്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്കും കൂടി കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം, വേറെ കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ ലേഡീസ് കാർഡിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ കവറൊക്കെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. റീസെറ്റ് ചെയ്ത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്, വേറെ വെച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രത്യേകിച്ച് അവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം അതങ്ങനെ ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടത് കുളത്തുമ്പോൾ ഈ കവറും പൊട്ടിപ്പോവാണ്. നിലവിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഒന്ന് ടൈയൊക്കെ ചെയ്ത് തൽക്കാലം ഒന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് ഞാൻ ബാഗിലേക്ക് വെച്ചേക്കാം കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടവന് വർക്കുകൾ. പിന്നെ അതിൻ്റെ സ്വിച്ച് ഐറ്റംസ്, ഹോണോ, ഇൻഡിക്കേറ്റർ, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയേക്കാം. എന്തൊക്കെയുള്ളൂ മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളേ ഉള്ളൂ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തായാലും നമുക്കൊരു വൈകുന്നേരത്തേക്ക് എടുക്കാം. നമുക്ക് ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും കിട്ടുന്ന രീതിയിൽ ചെയ്യാം.